അസ്സലാമലൈക്കും ഹായ് ഹലോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഭയങ്കര സർപ്രൈസ് ആയിരുന്നു കേട്ടോ അത്. വുമൻസ് ഡേ ആയിട്ട് നമുക്കൊരു ഗിഫ്റ്റ് കൊണ്ട് വീട്ടിലോട്ട് തേടി പിടിച്ച് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ഇങ്ങനെ നമ്മുടെ ബാവ മെറ്റൽസിലൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവർക്കത് ഭയങ്കര വീഡിയോ ഒക്കെ ഭയങ്കര ഇഷ്ടമായി, റീച്ചായി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കാണാൻ വേണ്ടി വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെറുതെ കയ്യും വീശി വന്നില്ല, വുമൻസ് ഡേയും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് അവർ വന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഈവനിങ് മുതലാണ് നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ജ്യൂസും എല്ലാം റെഡിയാക്കുകയാണ്. എനിക്ക് ഉപ്പിട്ട് നാരങ്ങ വെള്ളമാണ് ഉണ്ടാക്കി വയ്ക്കാറ്. അതിലോട്ട് ഇച്ചിരി കസ്കസും കൂടി ഇട്ട് വയ്ക്കും. പിന്നെ അവർക്ക് നന്നാരിയൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ സർബത്താക്കിയിട്ടും വയ്ക്കും കേട്ടോ. അപ്പോൾ ഞാൻ തണുപ്പൊന്നും കഴിക്കാറില്ല, ഭയങ്കര തൊണ്ടയ്ക്കൊക്കെ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഈ നോമ്പ് ഫുള്ള് ഇങ്ങനെ തന്നെ ആയിരിക്കും തോന്നുന്നു. എന്തായാലും ഞാൻ എന്താ സർബത്തൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. എങ്ങനെയുണ്ട് നിങ്ങളുടെ നാട്ടിലൊക്കെ? ഭയങ്കര ചൂടുണ്ടോ? ഇവിടെ അൺസഹിക്കബിൾ ചൂടാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഞാൻ വെള്ളം ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. ഇനിയിപ്പോൾ നമുക്ക് ആപ്പിളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ആപ്പിൾ എടുത്തിട്ട് വന്നു. പിന്നെ സർബത്ത് മുഹബത്ത് സർബത്തും വേണം പറഞ്ഞിട്ട് വയ്ക്കുക. അപ്പോൾ അതിന് വേണ്ടി തണ്ണിമത്തനൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ്. ഏറ്റവും കൂടുതൽ ഫ്രൂട്ട് ഇപ്പോൾ തണ്ണിമത്തനാണ് ചിലവായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കഞ്ഞി വന്നപ്പോൾ വേഗം അതിനേക്ക് ഒന്ന് എടുത്ത് മാറ്റിയിട്ട്, നമ്മുടെ നോമ്പ് കഞ്ഞിയാണ്, പള്ളിയിൽ നിന്ന് കിട്ടണതാണ്, എല്ലാ ദിവസവും കിട്ടും. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള എടുത്തിട്ട് പിന്നെ കസിനും കൊണ്ടു കൊടുക്കും കേട്ടോ. അങ്ങനെ നമ്മൾ മുഹബത്ത് സർബത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ തണ്ണിമത്തനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് പാത്രത്തിലോട്ട് ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പാക്കറ്റ് പാലും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. പക്ഷേ ഇപ്രാവശ്യം ഒഴിച്ചു കൊടുത്തില്ല, കാരണം നമ്മുടെ റുഹബ്സയുടെ ഇത് ഭയങ്കര ഫ്ലേവർ ഉണ്ട് കേട്ടോ, മധുരം ഉണ്ട്. അപ്പം ഞാൻ അത് മതി, പഞ്ചസാരയൊന്നും എക്സ്ട്രാ ഇട്ടില്ല കേട്ടോ, ഇതേ മതി തോന്നി. പിന്നെ കുറച്ച് കസ്കസും കൂടെ ഇട്ട് കൊടുത്തു. അപ്പോൾ അതും റെഡിയായി. ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു കേട്ടോ, കുറച്ച് തണുക്കട്ടെ വിചാരിച്ചിട്ട്. പിന്നെന്താ, നല്ല ചൂടല്ലേ, അതാവും ശ്രദ്ധിക്കണം ജിനി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പൊതുവേ എൻ്റെ സൗണ്ടും എല്ലാം മാറിയിട്ടുണ്ടല്ലേ, എനിക്ക് സംസാരിക്കുമ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്, കരകരപ്പൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ സംസാരത്തിൽ കുറച്ച് ആർട്ടിഫിഷ്യാലിറ്റി തോന്നാറുണ്ട്. അതിനെന്താ, അതൊരു പ്രശ്നമേ അല്ല, അത് ജിനിയുടെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല, അത് എന്തോ ആട്ടെ അല്ലേ, പറയണവരൊക്കെ പറയട്ടെ. പിന്നെ നല്ല അടിപൊളി വീഡിയോ ആയിരുന്നു. ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, അതാണ് അതെ, ചൂട് സഹിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര, പുറത്തേക്കൊന്നും ഇറങ്ങാറേ ഇല്ല. ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് എടുക്കാൻ പോലും വരില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോമ്പ് ഫിനിഷായിട്ട് പിന്നെ എപ്പോഴെങ്കിലും പോയി എടുത്താലും പ്രശ്നമേ അല്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. പിന്നെ ജിനി നെഗറ്റീവ് കമൻസ് സെൻഡ് ചെയ്യാനായി ഇരിക്കുന്ന കുറേ പേരുണ്ട്. അവരെ മൈൻഡ് ആക്കേണ്ട കാര്യമില്ല, അസൂയ മാത്രമാണ് അവരുടേത് മൈൻഡിൽ. ജിനിയുടെ വ്ളോഗ് സക്സസ്, ഇറ്റ് ഈസ് യുവർ ഹാർഡ് വർക്ക് ആൻഡ് ദ വേ യു ടോക്ക്, ഇഗ്നോർ നെഗറ്റീവ്. കവിത ഫ്രം പാലക്കാട്. കവിത കുറേ ആയി നമ്മുടെ ഇതിൽ കമൻ്റ് ഇട്ടിട്ട്. യുവർ വ്ളോഗ് ആൻഡ് ഫാമിലി ഈസ് വണ്ടർഫുൾ, താങ്ക് യു സോ മച്ച് മുത്തേ. അപ്പോൾ എന്തായാലും കുറേ ആയി ഞാൻ കവിതയുടെ കമൻറ്റ് വായിച്ചപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. ഈ പറഞ്ഞ പോലെ നെഗറ്റീവ് വായിക്കാനും പറയാനും ഒക്കെ ഒരുപാട് പേരുണ്ട്. അതിപ്പോൾ നമുക്കും അറിയാം. എന്നാലും നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഇവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമോ, ഇവരിങ്ങനെയൊക്കെ പറയണത് എന്തിനാ, ഇങ്ങനെ ഒരു ആലോചന വരുമല്ലോ നമുക്ക്. അങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ മൈൻഡിലേക്കൊരു വിഷമം തോന്നും. പക്ഷേ അത് അങ്ങനെ മൈൻഡിൽ വെച്ചിരിക്കൊന്നുമില്ല കേട്ടോ, അത് വേറെ കാര്യം. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ ലൈഫ് ലോങ് എനിക്ക് അങ്ങനെ ഇരിക്കേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചു വിടും, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ എന്താണ്, എൻ്റെ ഹസ്ബൻഡിനും കൊഞ്ചലുണ്ട്, അത് അവരുടെ ക്യാരക്ടറാണെന്ന് പറയുന്നുണ്ട്. അതെ, കുറച്ച് കൊഞ്ചിക്കോട്ടെ, അതിനിപ്പോൾ എന്താണ്. കഹാനി ആരുടെ ഷോപ്പാണ് ചോദിക്കുന്നുണ്ട്. കഹാനി ഞാനും എൻ്റെ ഞങ്ങൾ 4 പാർട്ട്നേഴ്സാണ് കേട്ടോ. അതിലുള്ളത് 3 പേര് മണ്ണാർക്കാട്, കോട്ടപ്പാടം ആ ഒരു ഭാഗത്തുള്ള ആൾക്കാരാണ്. പിന്നെ ഒന്ന് ഞാൻ, അങ്ങനെയാണ് കേട്ടോ. കോർണിഷ് കഫേയുടെ ഓണറാണ് ഒരാൾ, അറിയുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. പിന്നെ ബാക്കി വേറെ അവൻ്റെ 2 ഫ്രണ്ട്സാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളത് ഓപ്പൺ ആക്കാൻ പോകുന്നുണ്ട് ഇൻഷാല്ലാ. വർക്ക് ഏകദേശമൊക്കെ ഫിനിഷ് ആവുന്നുണ്ട്. മിക്കവാറും നോമ്പിൻ്റെ ടൈമിൽ തന്നെ ആയിരിക്കും ഓപ്പണിങ്. എന്തായാലും നോക്കാം അല്ലേ. അപ്പോൾ നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ
പക്കോട ഉണ്ടാക്കി എടുക്കുകയാണ് കേട്ടോ. ഇന്ന് ഞാൻ വേറെ ഓയിൽ ഐറ്റംസ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഓയിൽ ഐറ്റം ഒന്നും ഉണ്ടാക്കണം എന്ന് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഡേ ഒന്നും ആയിരുന്നില്ല. ഈ ചട്ടിയിൽ എണ്ണ ഒഴിച്ചിട്ട് ചുട്ടപ്പോൾ അടി പിടിച്ച് കിട്ടിയില്ല. പിന്നെ ഞാൻ ചട്ടി മാറ്റിയിട്ടാ. സാധാരണ ഇങ്ങനെ സംഭവിക്കാറില്ല, എന്ത് പറ്റിയെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ ഉള്ളിവടയുടെ റെസിപ്പി പറഞ്ഞുതരുമോ ചോദിക്കുന്നുണ്ട്. സിസ്റ്റർ ഉണ്ടാക്കിയ മുരിഞ്ഞ ഉള്ളിവട അല്ലേ? ഓക്കെ, ഞാൻ ചോദിച്ചിട്ട് അവളോട് പറയാം. അവളെനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻഷാല്ല ഞാൻ ഒരു ദിവസം ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ ഇത് കുറച്ച് സോഫ്റ്റ് ഉള്ളിവടയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ അതൊന്ന് കോരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കറിയിട്ടൊന്നുമില്ല, ഫ്രൂട്ട്സ് പിന്നെ നമ്മുടെ കഞ്ഞിയുണ്ട്. തരിക്കഞ്ഞി ഒരു ദിവസം ഉണ്ടാക്കണം, എന്നോട് അതിൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ദിവസം അത് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വേഗം വന്ന് കഞ്ഞിയൊക്കെ ഒന്ന് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് കഞ്ഞി ഒരു സ്പൂൺ കൂടി, അതുകൊണ്ട് എല്ലാ ഗ്ലാസ്സും നിറച്ചൊഴിക്കേണ്ടി വന്നു കേട്ടോ. ഇത്ര എടുക്കാറില്ല, എന്ത് പറ്റിയെന്നൊരു ഐഡിയ ഇല്ല. പിന്നെ നമ്മുടെ മൊഹബത്ത് കാ സർബത്തും എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഒരു ഗ്ലാസ് ഫുള്ളൊന്നും കുടിക്കാറില്ല. ഞാൻ മാക്സിമം ഈ നോമ്പിന് ഷുഗർ കട്ട് എന്നുള്ളൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതുമാത്രമായിരിക്കില്ല, എനിക്ക് പനിയും കൂടെ ആയതുകൊണ്ടായിരിക്കും 6-7 നോമ്പ് ആകുമ്പോഴത്തേക്കും ഞാൻ 3 കിലോളം കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറയൊന്നും അറിയില്ല കേട്ടോ, ഇത് ഫസ്റ്റത്തെ കുറച്ചിലാണോ എന്നും അറിയില്ല. അപ്പോൾ എന്തായാലും അങ്ങനെ കുറഞ്ഞിട്ടുണ്ട് എന്തായാലും. പക്ഷേ എനിക്ക് ഭയങ്കര ക്ഷീണമൊക്കെ ഉണ്ട് കേട്ടോ, ഇങ്ങനെ കുറയൊന്നും ചെയ്യണ്ട. അങ്ങനെ ഇക്കയും കുട്ടികളൊക്കെ പള്ളിയിൽ പോയിട്ടാണ് കേട്ടോ നോമ്പ് തുറന്നിട്ട് ഇക്ക അവിടുന്ന് കഴിക്കാനൊന്നും നിൽക്കില്ല, നിസ്കരിച്ചിട്ട് വരും. കുട്ടികൾ പിന്നെ അവിടെ ഇതുണ്ടാവും, ടിഫിന് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പത്തിരി, പൊറോട്ട അല്ലെങ്കിൽ ഇടിയപ്പം, നെയ്ച്ചോറ്, ബിരിയാണി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരത് കഴിച്ചിട്ടാണ് വരിക. അതുകൊണ്ടാണ് മെയിനായിട്ട് എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കുക്കിംഗ് ഇല്ലാത്തത് കേട്ടോ. പിന്നെ ഇക്കാക്കും വേണ്ട, ഉമ്മാക്ക് പിന്നെ ഇന്നൊരു ദോശ കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദോശ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ ആൾക്കത് കഴിക്കാൻ പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ നോമ്പ് പിടിച്ചാൽ കഴിക്കാനേ പറ്റാത്തൊരവസ്ഥയാണ് അല്ലേ. അപ്പം ഞാൻ കറി പരിപ്പിച്ചാറ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ദോശയും കൊടുക്കാൻ വിചാരിച്ചിട്ട് അത് എടുത്തു. പക്ഷെ ആൾക്ക് എന്താ പറയുക, പാമ്പര വിഴുങ്ങിയ പോലെ ആയി എന്ന് പറഞ്ഞു, കഴിക്കാൻ പറ്റാനിട്ടേ. സാധാരണ ഞങ്ങളിങ്ങനെ കഴിക്കാറില്ല കേട്ടോ, ദോശ ഒന്നും കഴിക്കാറില്ല. ആ ഒരു ഫ്രൂട്ട്സും വെള്ളവും പിന്നെ എന്തെങ്കിലും ഓയിൽ ഫ്രൈഡ് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാത്രം കഴിക്കും. ഇന്ന് ശരിക്കും ഫ്രൈഡ് ഐറ്റം വേണ്ട എന്ന് വിചാരിച്ചൊരു ഡേ ആയിരുന്നു. പക്ഷേ പിള്ളേർ സമ്മതിച്ചില്ല. അപ്പം ഞാൻ അങ്ങനെ ഉള്ളിവട ഉണ്ടാക്കിയതാട്ടോ. സമൂസയും കട്ട്ലറ്റൊന്നും ഉണ്ടാക്കാനൊന്നും നിന്നതുമില്ല. പിന്നെ എന്താ പറയുക, നമ്മുടെ ഗിഫ്റ്റ് ഞാൻ ഓപ്പൺ ആക്കിയിട്ടില്ല. അത് ഓപ്പൺ ആക്കിയിട്ടുള്ള വീഡിയോ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യുക. നെക്സ്റ്റ് വ്ളോഗിൽ അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ വ്ളോഗ് നമുക്ക് ഇങ്ങനെയൊക്കെ അങ്ങ് പോവാല്ലേ. അങ്ങനെ ഇതാ ചായയൊക്കെ ഞാൻ എടുത്തു. ചായ മസ്റ്റാണ് കേട്ടോ, ചായ ഇല്ലാണ്ട് നടക്കില്ല. 1/2 ഗ്ലാസ് ചായയെങ്കിലും എനിക്ക് വേണം. അപ്പോൾ ചായയൊക്കെ റെഡിയാക്കി ഞാൻ കൊണ്ടുവച്ചിട്ടുണ്ട്. പിന്നെ അത്താഴത്തിന് ഉസ്താദുമാർക്ക് ഇന്ന് ഫുഡ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ചക്ക ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ണിത്തണ്ട്, ഇവിടെ വാഴ കുലച്ചിട്ടുണ്ടായിരുന്നു, അത് അറുത്തപ്പം വാഴക്കൊല വെട്ടിയപ്പം ഉണ്ണിത്തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉണ്ണിത്തണ്ട് വെച്ചിട്ട് ഞാൻ ഉപ്പേരി ഉണ്ടാക്കി. നമ്മുടെ പരിപ്പൊക്കെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതും റെഡിയാക്കി. പിന്നെ നമുക്ക് ബീഫ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, പിന്നെ എഗ്ഗും അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബീഫ് ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ വലിയുള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടോളൂ. അപ്പോൾ ഭയങ്കര മൊരിഞ്ഞൊന്നും വരണ്ട, ജസ്റ്റ് ഒന്ന് കളറ് മാറുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പുറത്ത് ഞാൻ എഗ്ഗ് പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്, മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഞാൻ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ഗരം മസാലയും. അപ്പോൾ ഇത്രയും മതിയാവും. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ബീഫ് വേവിച്ചെടുത്തത് കേട്ടോ. ഉപ്പും കുറച്ച് മസാലപ്പൊടികളും ചേർത്തിട്ടുണ്ട്, വളരെ കുറച്ച്. അങ്ങനെ ഇതാ മസാലയ്ക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത ശേഷം നമ്മുടെ വേവിച്ച ബീഫിന് ഇതിലോട്ട് അങ്ങ് തട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇച്ചിരി വെള്ളം വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ ഇത് നല്ല ഡ്രൈ ആക്കി എടുക്കണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ വിചാരിച്ചു കുറച്ച് മസാല പോലെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. ചെറിയ ഫ്ലെയിമിൽ നമുക്കിത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്നവരെ കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഓൾറെഡി വെന്ത സംഭവങ്ങളാണ് കേട്ടോ, എന്നാലും ചെറിയ തീയിൽ ഇങ്ങനെ ആക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഇനി പെപ്പറൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതാ സംഭവം റെഡി ആയിട്ടുണ്ട്.
നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ചാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. അപ്പോൾ ഈ ഒരു സംഭവം നമുക്ക് കാണാം അല്ലേ. ബൈ.